So we are here at White House in Washington DC. So this is the presidential house. Here presidents lives and work for the nation. ഞങ്ങളിപ്പോൾ വാഷിങ്ടൺ ഡി സിയിലുള്ള വൈറ്റ് ഹൗസിൻ്റെ മുൻപിലാണ്. ഇവിടെയാണ് അമേരിക്കൻ പ്രസിഡന്റുമാർ താമസിക്കുകയും അവർ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇവിടെ ആദ്യമായിട്ട് താമസിച്ചത് അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ജോൺ ആഡംസ് ആണ്. അതിനുശേഷം അമേരിക്കയിലുള്ള എല്ലാ പ്രസിഡന്റുമാരും ഇവിടെ താമസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു. മനോഹരമായ ഈ വൈറ്റ് ഹൗസിൻ്റെ അകത്ത് വിവിധ റൂമുകളുണ്ട്. വിവിധങ്ങളായിരിക്കുന്ന സംവിധാനങ്ങൾ ഇതിൻ്റെ അകത്തളങ്ങളിലുണ്ട്. ഇവിടെ പ്രധാനമായിട്ടും പ്രസിഡന്റിനും ഫാമിലിക്കും എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനുമൊക്കെയാണ് താമസിക്കാനായിട്ട് സാധിക്കുന്നത്. എത്ര മനോഹരമായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന ഈ വൈറ്റ് ഹൗസ്. ലോകത്തിൻ്റെ ഒക്കെ ശ്രദ്ധ എല്ലാ സന്ദർഭങ്ങളിലും ഈ വൈറ്റ് ഹൗസിലേക്ക് വരാറുണ്ട്. വിശുദ്ധ ബൈബിളിൻ്റെ അവസാന പുസ്തകമായിരിക്കുന്ന വെളിപ്പാട് പുസ്തകത്തിൽ ദൈവം മനുഷ്യനോട് കൂടെ വസിക്കുന്ന മനോഹരമായിരിക്കുന്ന ചിത്രം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ ദൈവവും മനുഷ്യനും കൂടെ ഒരുമിച്ച് വസിക്കുന്ന സുന്ദരമായിരിക്കുന്ന നിമിഷങ്ങളെപ്പറ്റി അവിടെ 20-ാം അധ്യായം 21-ാമത്തെ അധ്യായവും 22-ാമത്തെ അധ്യായത്തിലുമൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദുഃഖങ്ങളും മരണങ്ങളും രോഗങ്ങളും വേദനകളും ഒന്നുമില്ലാത്ത സമത്വ സുന്ദരമായിരിക്കുന്ന നീതിയുടെയും സമാധാനത്തിൻ്റെയും ഒക്കെ ഒരു നല്ല സുദിനം അന്ന് ക്രിസ്തുവിനോട് കൂടെ ഉണ്ട് എന്ന് വെളിപ്പാട് പുസ്തകത്തിൻ്റെ അവസാന അധ്യായങ്ങളിൽ പറയുന്നു. അത് ഈ വൈറ്റ് ഹൗസിനെക്കാട്ടിലുമൊക്കെ മനോഹരമാണ്. ഇതിൻ്റെ മുറികളെക്കാട്ടിലുമൊക്കെ മനോഹരമാണ്. അവിടെ താമസിക്കുവാൻ ദൈവം എല്ലാ മനുഷ്യനെക്കുറിച്ചും ആഗ്രഹിക്കുന്നു. ലോകത്തിൻ്റെ സൃഷ്ടിതാവായിരിക്കുന്ന, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിതാവായിരിക്കുന്ന, സകലത്തിൻ്റെ കാരണഭൂതനായിരിക്കുന്ന ദൈവം മനുഷ്യനോട് കൂടെ വസിക്കുന്ന ആ സുന്ദരമായ നിമിഷങ്ങൾ എത്രയോ അനുഗ്രഹമാണ്. അതിനുവേണ്ടി ഒരുങ്ങാം. ഈ ദിവസങ്ങളിൽ ഈ രാജ്യത്തിൻ്റെ ഇലക്ഷൻ നടക്കുകയാണ്. അനുഗ്രഹീതരായ കാൻഡിഡേറ്റുകളെ ദൈവം തിരഞ്ഞെടുക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രാജ്യത്തിൻ്റെ നന്മ അനേക രാജ്യങ്ങൾക്ക് ഉപകാരമായി തീരുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. അമേരിക്കൻ പ്രസിഡന്റുമാർക്ക് മാത്രം ഇവിടെ താമസിക്കുവാനായിട്ട് കഴിയുമ്പോൾ ലോകത്തിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരും ഒരുമിച്ച് ദൈവത്തോട് കൂടെ വസിക്കുന്ന അനുഗ്രഹീതമായ സുദിനത്തിന് വേണ്ടി നമുക്കൊരുങ്ങാം. അതിനായിട്ട് നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവം ഒരുക്കട്ടെ. ഗോഡ് ബ്ലെസ്.